KPSTA പട്ടാമ്പി സർഗോത്സവം കായികോത്സവം ഡിസംബർ 16 ശനി നമ്മുടെ GHSS പട്ടാമ്പിയിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട പാലക്കാട് റവന്യൂ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ഷംസുദ്ദീൻ മാസ്റ്റർ, നമ്മുടെ റവന്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് മാസ്റ്റർ, അതുപോലെ തന്നെ വിജയ് മാസ്റ്റർ, അതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസ ജില്ല, അതുപോലെ സബ് ജില്ലാ നേതാക്കന്മാരെയും ഉദ്ഘാടനം ചെയ്യുന്നതാണ്. എല്ലാ KPSTA കുടുംബാംഗങ്ങളെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം വേദി വരയ്ക്കാൻ വളരെ എളുപ്പമായ ഒരു വിഷയമാണ് യുദ്ധഭൂമിയിലെ ബാല്യം. യുദ്ധഭൂമി ഇപ്പൊ നമ്മള് പല യുദ്ധവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അവിടെ മരിച്ചു വീടുന്നതായിട്ടും അല്ലെങ്കിൽ കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പൊ അവരെ എടുത്തു കാണിക്കുന്ന അവർക്ക് ഒരു ചിത്രരചന നിങ്ങളുടെ ഭാഗത്ത് എന്താവും നിങ്ങളുടെ കാഴ്ചപ്പാട് യുദ്ധഭൂമിയിലെ ബാല്യം. ഇവിടെ ആരംഭിക്കാം. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇന്ത്യയെക്കുറിച്ച് ഒന്നറിയാം. ക്രിക്കറ്റിലൂടെ വളർന്ന് ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറിയ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ 1996 ഷാർജ കപ്പിൽ ഒരു മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. Today the ball was coming to the bat very nicely. Then I decided to do my show. The Dilman demo, Philips, let's make things better. Aha! ചാനലുകളുടെ ഒരു അതിപ്രസരമുള്ള നാടാണ് നമ്മുടെ കേരളം. കേരളത്തിൽ ഒരു പ്രശസ്തമായ ഷോയാണ് നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. പ്രിയപ്പെട്ട സുരേഷ് ഗോപി അവതാരകനായി എത്തുന്ന നിങ്ങൾക്കുമാകാം കോടീശ്വരനിൽ മത്സരിക്കാനെത്തുന്നു ശ്രീ അച്ചുമാവൻ. എല്ലാവർക്കും നിങ്ങൾക്കുമാകാം കോടീശ്വരൻ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമുക്ക് ഇവിടെ മത്സരാർത്ഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ അച്ചുമാവൻ. അച്ചുമാവൻ, പ്ലീസ് കം ടു ദ ഹോട്ട് സീറ്റ്. താങ്കൾക്കുള്ള ഒന്നാമത്തെ ചോദ്യം. അണ്ണാന്റെ ലത് കളഞ്ഞു പോയത് കൊണ്ടാണ് അണ്ണാൻ ലത് പോയതുപോലെ നിൽക്കുന്നത്. ഓപ്ഷൻ എ മാങ്ങാണ്ടി, ഓപ്ഷൻ ബി തേങ്ങാണ്ടി, ഓപ്ഷൻ സി കശുവണ്ടി, ഓപ്ഷൻ ഡി സുപ്പാണ്ടി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്റെ ഊഹം ശരിയാണെങ്കിൽ
ഓപ്ഷൻ എ മങ്ങാണ്ടി. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ചോദ്യം, which of these appams അയ്യപ്പൻസ് അമ്മ ചുട? ഓപ്ഷൻസ് എ നെയ്യപ്പം, ബി പാലപ്പം, സി കലത്തപ്പം, ഡി ഉണ്ണിയപ്പം. എന്താടോ മിസ്റ്റർ സുരേഷ് ഗോപി, താനല്ലേ ചോദ്യം ചോദിച്ചു വശവശനാക്കുകയാണോ? എന്റെ ഉത്തരം എ നെയ്യപ്പം. എന്നാൽ സാറിന് മൂന്നാമത് അല്പം പ്രയാസമുള്ള ഒരു ചോദ്യം തന്നെ ആകട്ടെ. മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാഗ. ഇവിടെ ആർക്കാണ് മധുവിധുരാഗ? ഓപ്ഷൻ എ പഞ്ചായത്ത് പ്രസിഡന്റിന്, ഓപ്ഷൻ ബി മന്ത്രിക്ക്, ഓപ്ഷൻ സി വാർഡ് മെമ്പർ, ഓപ്ഷൻ ഇവർക്കാർക്കുമല്ല. ഇതിന്റെ ഉത്തരം എനിക്കറിയില്ല. സാറിന് ഓപ്ഷൻ എടുക്കാം. ഞാൻ ഫോണെ ഫ്രണ്ടിനെ വിളിക്കട്ടെ? പിണങ്ങാറായി സാറിനെ ഞാൻ ഫോണിൽ വിളിക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട. ആശ്രീകരത്തെ വിളിച്ചാൽ മത്സരത്തിൽ നിന്ന് കിട്ടു ചെയ്തിരിക്കുന്നു. ശബ്ദമാതൃകത കൊണ്ട് മലയാള സിനിമയെ കീഴടക്കിയ ശ്രീ ജനാർദ്ദൻ. പോലെ പണിക്ക് പോകണ്ട എന്റെ ഭാര്യ സൂക്ഷിപ്പെട്ടെ കറഞ്ഞു പറഞ്ഞതാ. ലാലു ഈ ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പൈസയായിട്ട് മേഡൽ ഇട്ടിച്ചെന്റെ പോലെ പണിക്ക് പോകണ്ട. എന്റെ ഭാര്യ സൂക്ഷിപ്പെട്ടെ കറഞ്ഞു പറഞ്ഞതാ. Within 24 hours and 20 seconds ഞാൻ അവനെ അറസ്റ്റ് ചെയ്തിരിക്കും സാർ. മലയാള സിനിമയുടെ സൂപ്പർ താരമായിരുന്നു ജയൻ. പണ്ട് സിനിമാ വേദികളിൽ നിറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഡയലോഗ്, ഞാനിന്നലെ ഹെലികോപ്റ്ററിൽ നിന്ന് വീണു, ഭാഗ്യത്തിന് പാർപ്പുറത്തായി പോയി. വെള്ളത്തിലായിരുന്നെങ്കിൽ എന്റെ പാന്റിന്റെ ബെല്ലങ്ങനെ നീ സീമയുടെ മേൽ നിന്നും കൈയെടുക്കാൻ പട്ടി. മറ്റൊരു മലയാള സിനിമയുടെ ആദ്യകാലത്തെ സൂപ്പർ താരം എന്ന് പറയുന്നത് സത്യൻ മാഷൻ. വളരെ വിനയാന്വിതനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം എങ്ങനെയാണ് സിനിമ ഡയലോഗ് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഞാനൊന്ന് അമേരിക്ക പോലെ തിരിച്ചു വരുമ്പോ ചൂണ്ടയിട്ട അമ്മയ്ക്ക് ഞാനൊരു ഡോൾഫിനെ കൊണ്ടുവന്ന് തരാം അമ്മേ. ഇനി ഞാനൊരു പാട്ട് പാടാം. കറുപ്പിന് അഴകാണ്, വെളുപ്പിനും അഴകുണ്ട് അമ്മച്ചമ്മ. അപ്പൊ അമ്മ പറയുന്നത് മറ്റു നിറങ്ങൾക്കൊന്നും അഴകില്ലെന്നാണോ അമ്മേ? മലയാള സിനിമയുടെ നിത്യഹരിത നായകനാണ് അദ്ദേഹം. അഭിനയിക്കുന്ന പ്രത്യേകത എല്ലാവരും നസീറിനെ മാത്രം നോക്കിയിരിക്കും, അല്ലാതെ നമ്മുടെ എന്താണ് സിനിമയിൽ നടക്കുന്നത് ശ്രദ്ധിക്കില്ല. അദ്ദേഹത്തെ ചിലപ്പോൾ തിരിച്ചു മറിച്ച് കാണിക്കും. കാണിച്ചത് നസീറിന്റെ ഷോട്ട്. ഭൂമിക്കു കിട്ടിയ ശ്രീധനങ്ങൾ തിരിഞ്ഞുപോയി. എന്നാലും ആൾക്കാർക്ക് പ്രശ്നമില്ല. പിടിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ മോന്തയും കുത്തി വീടില്ലായിരുന്നില്ല. എല്ലാവരും അങ്ങനെ കലാപരം പോലെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഒന്ന് രണ്ടുപേരെ കൂടി അനുകരിക്കാൻ ഉദ്ദേശിക്കുന്നു. ശ്രീ എ കെ ആന്റണി, മലയാളം പറയുന്നത് പോലെ ഇംഗ്ലീഷ് പറയുന്ന പ്രിയങ്കരനായ അദ്ദേഹം സംസാരിക്കുമ്പോൾ പല്ല് കടിക്കുന്ന ശബ്ദം ഇങ്ങനെയാണ്.
Scales between a road to progress. Decision of it, എന്ന് പറയുന്ന ആളാണ് മറ്റൊരു താരമാണ് നരേന്ദ്ര പ്രസാദ്. എന്നെ വിട്ടുപോയതാണ് അദ്ദേഹത്തെ നൽകി. ഈ നഗരത്തിന്റെ ഭൂപടത്തിൽ കുറെ ചുവന്ന മഷിയുടെ അടയാളങ്ങൾ ഒഴിക്കപ്പെടുന്നതെല്ലാം കുറെ ഉശിരൻ ഉഗ്രൻ സ്ഫോടനങ്ങൾ. ഗംഭീരമാകട്ടെ നിന്റെ പദ്ധതികൾ. പുഴക്കരയിൽ ആൽത്രവട്ടത്തിൽ തിരുവാഭരണങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്ന് തരണ്ടേ? പ്രളയം വന്ന് സർവ്വം നശിച്ചാലും അവൻ അറിയാതെ നടക്കില്ലാന്ന്. അപ്പോൾ അവൻ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു. വാക്കിന് നേരും നെറിയുമില്ലാത്ത തെണ്ടി പരിസ.
പണ്ടാരം പിടിച്ച സാധനം ജനിച്ചപ്പോഴേ എന്റെ കുഞ്ഞ് നാട് വിട്ടുപോയി. ഇനി ഇവിടെ നിന്ന എന്റെ തലതെറിക്കും. നിന്നെ ഇന്ന് ഞാൻ ഇല്ല. കടയിത്താൻ വേണ്ടി മൂലൈ കൊടുക്കാൻ വേണ്ടി വലഞ്ഞുരത്തു വിധമനുസരിത്തു പുരുഷനും രസിച്ചേ സാമ്പാർ പറയും എത്ര വിഴികൾ കൊണ്ടു കാണിലും കാഴ്ചകൾക്കപ്പുറം നിൽക്കുന്നു ഗാന്ധി. എത്ര